ചില്ലി ചിക്കൻ പീസ് ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം അതിനകത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, പിന്നെ കോൺഫ്ലവർ, പിന്നെ കുറച്ച് ചില്ലി ചിക്കൻ മസാലയാണ് വേണ്ടത്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം പെരട്ടി വെക്കുക. അത് കുറച്ച് സൺഫ്ലവർ ഓയിലിനകത്ത് വേണം വറുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സൺഫ്ലവർ ഓയിലെടുത്തിട്ട് അതിനകത്ത് ഇത് വറുത്ത് കോരി വെക്കുക. അത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുക. അതിന് മുമ്പേ തന്നെ സവോള അരിഞ്ഞ് വെക്കുക, കാപ്സിക്കം അരിഞ്ഞ് വെക്കുക, ഇച്ചിരി ക്യാരറ്റ് അരിഞ്ഞ് വെക്കുക. അങ്ങനെ എല്ലാം അരിഞ്ഞ് നിരത്തി വെച്ചേക്കണം. എന്നിട്ട് ഈ എണ്ണ വറുത്ത് കോരി ഇതെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ മുഴുവൻ എണ്ണയും വേണ്ട, ആവശ്യത്തിന് ഉള്ള എണ്ണ എടുക്കുക. തെളിയങ്ങ് ഊറ്റി വെക്കുക, അടിയിലത്തെ മതി. അരപ്പുള്ളിക്കോട്ട് എണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് ഈ സവാള ഇട്ട് വഴറ്റുക. സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും ക്യാപ്സിക്കം ഇട്ട് വഴക്കുക. ക്യാപ്സിക്കം കഴിയുമ്പോൾ ഈ ക്യാരറ്റ് നൈസായിട്ടരിയാണ്. ക്യാരറ്റ് നൈസായിട്ട് അരിഞ്ഞതും പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ അതിനകത്ത് ചേർക്കാം. വേണമെങ്കിൽ രണ്ടിപ്പരിപ്പ് ഇടാം, ഉണക്കമുന്തിരിങ്ങ ഇടാം. അതുകൊണ്ടൊക്കെ എല്ലാം ഇട്ട് വഴറ്റുക. എന്നിട്ട് അതിനകത്തോട്ട് ഇച്ചിരി സോയാ സോസ് ഒഴിക്കുക, ഇച്ചിരി ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് മതി. ഇത്രയും സോസ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം അതിനകത്തോട്ട് ഈ ഇറച്ചി ഇടുക. ഇറച്ചി ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കൂട്ടി ഇളക്കി ഒന്ന് മൂടി തട്ടിപ്പൊത്തിക്ക് വെക്കുക. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് കുറേ മല്ലിയിലേൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ്. മല്ലിയിലയും കൂടി ഇട്ടിട്ട് എടുത്ത് വെക്കുക. അത്രയേ ഉള്ളൂ.